ദ ജേർണലിസ്റ്റിലേക്ക് സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ വാർത്തകളും ചർച്ചകളും നടത്തുന്നതിന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും മടി കാണിക്കുന്നില്ല. നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ ഈ കഴിഞ്ഞ ദിവസം സംഘർഷങ്ങൾ ഉണ്ടായതടക്കമുള്ള വിഷയങ്ങളിലെല്ലാം മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ വീഴ്ചയുണ്ടായാൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് തിരുത്തുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. പക്ഷേ അത് മാത്രമാണ് മാധ്യമങ്ങളുടെ പണിയെന്നോ അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റം പറയുന്നതും ചീത്ത വിളിക്കുന്നതും മാത്രമാണ് മാധ്യമ പ്രവർത്തനമെന്നോ ധരിക്കരുത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നവർ കേന്ദ്ര സർക്കാരിനെയോ BJP-യെയോ രണ്ട് വാക്ക് പറഞ്ഞ് അപലപിക്കാൻ പോലും മടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. BJP-യോടും കേന്ദ്ര സർക്കാരിനോടും ഭയമോ വല്ലാത്ത വിധേയത്വമോ ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി ഇന്ന് നടന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനമുണ്ടായി. മറിയക്കുട്ടി എന്ന അടിമാലിക്കാരിയായ സ്ത്രീ, 78 വയസ്സുള്ള വൃദ്ധ, തനിക്ക് പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. സ്വാഭാവികമായും ഹൈക്കോടതി ആ ഹർജി പരിഗണിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അവർ 78 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, സ്വന്തമായി വീടും പറമ്പും ഒന്നുമില്ല, തൊഴിലെടുക്കാൻ കഴിയില്ല, തൊഴിലെടുക്കാവുന്ന പ്രായവുമല്ല. വെറും 1600 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 4 മാസമായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് പേരുടെ കാര്യമൊന്നും കോടതിക്ക് അറിയില്ല. അവരാരും കോടതിക്ക് VIP അല്ല. എന്തിന് കോടതി പോലും VIP അല്ല. പക്ഷേ 1600 രൂപ പെൻഷൻ കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിച്ച മറിയക്കുട്ടി കോടതിക്ക് ഒരു VIP ആണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞത്. അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. സംസ്ഥാന സർക്കാരിന് തിരിച്ചടി, പിണറായി നാണം കെട്ടു, ഇടതുപക്ഷത്തിന് ചരിത്ര പരാജയം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ എല്ലാ മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുകയാണ്. സ്വാഭാവികമായും പെൻഷൻ ഒരു സംസ്ഥാന സർക്കാർ തുടർച്ചയായി മുടക്കിയാൽ, അതും വാർദ്ധക്യകാല പെൻഷൻ പോലുള്ള ഇത്രയും നിസ്സാരമായ ഒരു തുകയൊക്കെ മുടക്കിയാൽ അത് സർക്കാരിന് നാണക്കേട് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും കോടതി എടുത്തു ചോദിച്ചു, സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബാറിലുള്ള അഭിഭാഷകർ പിരിവെടുത്ത് അവരുടെ പൈസ കൊടുക്കാം, സർക്കാർ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഇതൊക്കെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. സ്വാഭാവികമായും കേൾക്കുന്ന പ്രേക്ഷകർ, കാണുന്ന നമുക്ക് തോന്നാം, അയ്യേ ഇതെന്ത് സർക്കാരാണ്. പക്ഷേ ഈ കോടതി വ്യവഹാരത്തിൽ വളരെ നിർണായകമായ മറ്റൊരു ഭാഗമുണ്ടായിരുന്നു. അതൊരൊറ്റ മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 4 മാസമായി സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്നതിലല്ല കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചത്. മറിച്ച് സർക്കാർ ഇതിൽ കോടതിയെ ഒരു കാര്യം ധരിപ്പിച്ചിരുന്നു. അതിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഔദാര്യമല്ല, സംസ്ഥാന സർക്കാരിന്റെ അവകാശമാണ്, അത് കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കണക്കു സഹിതം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല. സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുത്താൽ അതിലൊരു കേന്ദ്ര വിഹിതമുണ്ട്. ആ പണം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുക്കണം. പക്ഷെ കഴിഞ്ഞ 4 മാസമായിട്ട് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കുടിശ്ശിക ഇതുവരെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകിയിട്ടില്ല. ഓഗസ്റ്റ് മാസത്തിൽ കൂടി സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. അതുവരെ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രവിഹിതം കിട്ടാതെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മറ്റു ചിലവുകളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇത് പരിഗണിച്ച കോടതി വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഇതിന്റെ കാരണം എന്താണെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബോധ്യപ്പെടട്ടെ. ആ കേന്ദ്ര സർക്കാരിന്റെ വാദത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അല്ലാതെ സംസ്ഥാന സർക്കാരിനോട് ചില കാര്യങ്ങൾ കോടതി പറഞ്ഞതിന്റെ പേരിൽ അത് കോടതിയുടെ ഒരു അന്തിമ വിധിയാണെന്നും സംസ്ഥാന സർക്കാർ നാണം കെട്ട സർക്കാരാണെന്നും ഇതൊരു നാറിയ ഭരണമാണെന്നും ഒക്കെ വിധി എഴുതുന്നത് ശുദ്ധ പൂകൃതരമാണ്. അങ്ങനെ കോടതികളുടെ ചില നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അന്തിമ വിധി എന്ന കണക്കിൽ ആഘോഷിച്ച് ജഡ്ജിമാരെ പോലെ വന്ന് സൂപ്പർ കോടതി ചമഞ്ഞ് വിധി പറയാനൊന്നും ഇവിടെ മാധ്യമങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, അതിനുള്ള അധികാരവുമില്ല. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരാണ് കുറ്റക്കാരെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അത് കിട്ടിയ ശേഷമേ കോടതിക്ക് അന്തിമ വിധി പറയാൻ പറ്റൂ. അതിൽ കുറ്റക്കാർ കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ പൈസ കിട്ടാത്തത് കൊണ്ടാണ് കേരളത്തിന് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത് എന്ന് കോടതി കണ്ടെത്തിയാൽ
മറിയക്കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് അടക്കം ഉത്തരവാദി കേന്ദ്രമായി മാറും. സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നാളെ കേന്ദ്രത്തിനെതിരെ പറയേണ്ടി വരും. അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാകുമോ മാധ്യമങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ വിമർശിക്കാം, തെറ്റുകളുണ്ടെങ്കിൽ കുറ്റം പറയാം. അത് മാധ്യമ പ്രവർത്തനത്തിന് തടസ്സമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അന്തിമ വിധി വരാത്ത, കേന്ദ്ര സർക്കാരാണ് പ്രതിയെന്ന് സംസ്ഥാന സർക്കാർ ആണയിടുന്ന ഒരു വിഷയത്തിൽ തുടർച്ചയായി സംസ്ഥാന സർക്കാരിനെതിരെ വാൾപ്പയറ്റ് നടത്തുന്നത് അന്ധമായ BJP വിധേയത്വം കൊണ്ടാണോ എന്ന് സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ മാധ്യമങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അവകാശമില്ല.